ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത ഡാം നിർമ്മിക്കുകയാണ് ചൈന. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് ടിബറ്റിൽ $167.8 ബില്യൺ, ഏകദേശം 14.4 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശനിയാഴ്ച ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായി മാറുന്ന ഈ ജലവൈദ്യുത പദ്ധതി പക്ഷേ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ഭാവിയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്താണ് ചൈനയുടെ പദ്ധതി? ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ? ഇൻഡെപ്തിലൂടെ വിശദമായി പരിശോധിക്കാം. ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഒരു വലിയ നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിൽ സിയാങ്, ദിഹാങ്, ബ്രഹ്മപുത്ര എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നും അറിയപ്പെടുന്ന ഈ നദിക്ക് ചൈന നൽകിയിരിക്കുന്ന പേര് യാലുങ് സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്കും തുടർന്ന് ബംഗ്ലാദേശിലേക്കും ഒഴുകുന്നതിനായി ഒരു വലിയ വളവ് തിരിയുന്ന ഒരു ഭീമൻ മലയിടുക്കിലാണ് ചൈന പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത്. ചൈനീസ് പ്രധാനമന്ത്രി ലീ കുയാങ് ആണ് അണക്കെട്ടിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. ടിബറ്റ് സ്വയംഭരണ പ്രദേശത്തെ നിങ്ജി നഗരത്തിലെ ഹൈഡ്രോ പവർ സ്റ്റേഷന്റെ സ്ഥലത്തായിരുന്നു തറക്കല്ലിടൽ ചടങ്ങ് നടന്നതെന്ന് ചൈനീസ് സർക്കാർ നിയന്ത്രിത വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ചൈനയുടെ 3 ഗോർജസ് ഡാമിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായി ഇത് മാറുമെന്നാണ് റിപ്പോർട്ട്. പദ്ധതിയിൽ 5 ജലവൈദ്യുത നിലയങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഈ സ്റ്റേഷനുകൾ വർഷം തോറും 300 ബില്യൺ കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. 30 കോടിയിലധികം ആളുകളുടെ വാർഷിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമായ വൈദ്യുതിയാകും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്നാണ് പറയപ്പെടുന്നത്. ചൈന ഔദ്യോഗികമായി സിസാങ് എന്ന് വിളിക്കുന്ന ടിബറ്റിലെ പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പുറമെയുള്ള ഉപഭോഗത്തിനാകും പ്രധാനമായും ഇവിടുത്തെ വൈദ്യുതി വിതരണം ചെയ്യുക. കാർബൺ ന്യൂട്രാലിറ്റി നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ടിബറ്റിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ നിരവധി ലക്ഷ്യങ്ങളാണ് പുതിയ ഡാമിന് പിന്നിലുള്ളത്. ടിബറ്റിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ പദ്ധതി സഹായിക്കും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും എന്നിങ്ങനെ വാദങ്ങൾ ചൈന നിരത്തുമ്പോൾ നദിയുടെ താഴ്ഭാഗത്തുള്ള രാജ്യങ്ങളായ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ചെറുതല്ലാത്ത ആശങ്കകൾക്ക് ഈ ഡാം നിർമ്മാണം ഇടയാക്കിയിട്ടുണ്ട്. കൃഷി, കുടിവെള്ളം, പരിസ്ഥിതി സന്തുലിതാവസ്ഥ എന്നിവയ്ക്കായി ബ്രഹ്മപുത്രയുടെ തടസ്സമില്ലാത്ത ഒഴുക്കിനെയാണ് ഇരു രാജ്യങ്ങളും ആശ്രയിക്കുന്നത്. ഈ ഡാം വഴി ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് കഴിയുമെന്നതാണ് പ്രധാന ആശങ്ക. വേനൽക്കാലത്ത് ജലപ്രവാഹം കുറയ്ക്കുകയോ മൺസൂൺ കാലത്ത് അധിക ജലം പുറന്തള്ളി വെള്ളപ്പൊക്കം ഉണ്ടാക്കുകയോ ചെയ്യാനാകും. സംഘർഷ സമയങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുന്ന രീതിയിൽ വലിയ അളവിൽ വെള്ളം തുറന്നുവിടാൻ ചൈനയെ പര്യാപ്തമാക്കുമെന്നതാണ് ഇന്ത്യൻ ആശങ്കകൾക്ക് കാരണമായിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ദുരന്തം അസമിലും ബംഗ്ലാദേശിലുമാകും ഉണ്ടാവുക. ഹിമാലയൻ പരിസ്ഥിതി വ്യവസ്ഥ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ചൈനയുടെ ഈ ഡാം കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, മണ്ണൊലിപ്പ് എന്നിവയോടൊപ്പം ഈ പ്രദേശത്തെ പരിസ്ഥിതിയെ കൂടുതൽ ദോഷകരമായി ബാധിക്കുമെന്നും ആശങ്കകളുണ്ട്. 2017 ഡോക്ലാം സ്റ്റാൻഡ് ഓഫിനിടെ ചൈന ജലവിവരങ്ങൾ പങ്കുവെക്കാതിരുന്നത് ജലം ഒരു ആയുധമായി ഉപയോഗിക്കാനുള്ള ചൈനയുടെ ശേഷി എടുത്തു കാണിക്കുന്നുവെന്നും ചില റിപ്പോർട്ടുകളിൽ ആരോപിക്കുന്നു. അരുണാചൽ പ്രദേശിന്റെ അതിർത്തിക്ക് 50 കിലോമീറ്റർ അടുത്താണ് ഈ ഡാം വരുന്നത്. ചൈന സൗത്ത് ടിബറ്റ് എന്ന് അവകാശപ്പെടുന്ന പ്രദേശം കൂടിയാണിത്. ഇതൊരു വാട്ടർ ബോംബായി മാറാനുള്ള സാധ്യത അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു ചൂണ്ടിക്കാട്ടിയിരുന്നു. ടിക്കിംഗ് ടൈം ബോംബ് എന്നാണ് പേമ ഖണ്ഡു ചൈനയുടെ ഈ ഡാമിനെ വിശേഷിപ്പിച്ചത്. ചൈനയുടെ ഈ പദ്ധതിയോട് ഇന്ത്യ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബ്രഹ്മപുത്രയുടെ 8% മാത്രമാണ് ബംഗ്ലാദേശിലൂടെ ഒഴുകുന്നതെങ്കിലും രാജ്യത്തിന്റെ 65% ജലവിതരണവും ഈ നദിയാണ് നൽകുന്നത്. ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് തന്നെ ബംഗ്ലാദേശിന്റെ ജീവനാഡി എന്നാണ്. ജലപ്രവാഹം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്താൽ ബംഗ്ലാദേശിന്റെ കൃഷി, മത്സ്യബന്ധനം, ജനജീവിതം എന്നിവയെല്ലാം അത് സാരമായി ബാധിക്കുമെന്ന കാര്യം തർക്കമില്ലാത്തതാണ്. ചൈനയിൽ നിന്ന് ജലവിവരങ്ങൾ ലഭിക്കാത്തത് ധാക്കയിലെ സെന്റർ ഫോർ എൻവയോൺമെന്റൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സർവീസസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാലിക് ഫിദ ഖാൻ ഉൾപ്പെടെയുള്ള വിദഗ്ധരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു. മറ്റൊരു വെല്ലുവിളി എന്താണെന്നാൽ ചൈനയുടെ ഡാം നിർമ്മാണം ഭൂമികുലുക്കങ്ങൾ സാധാരണമായ ഒരു ടെക്ടോണിക് പ്ലേറ്റ് അതിർത്തിയിലാണ് നടക്കുന്നത് എന്നതാണ്. 2025 ഒരു ഭൂകമ്പം 126 പേരുടെ ജീവൻ എടുത്തിരുന്നു. പ്രദേശത്തിന്റെ ദുർബലത എത്രത്തോളമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുമല്ലോ. എന്നാൽ ഇതിനെല്ലാം വിപരീതമാണ് ചൈനയുടെ അവകാശവാദങ്ങൾ. ഈ പദ്ധതി താഴ്ന്ന പ്രദേശങ്ങളിലെ രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ദുരന്ത നിവാരണത്തിനായി സഹകരണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിപുലമായ ജിയോളജിക്കൽ പര്യവേക്ഷണങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും പദ്ധതിയെ സുരക്ഷിതമാക്കുന്നുവെന്നും ചൈന വാദിക്കുന്നുണ്ട്. എങ്കിലും ഒരു വെല്ലുവിളി നിലനിൽക്കുന്നതിനാൽ കരുതിയിരിക്കാമെന്ന മട്ടിലാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ.
പദ്ധതിയെക്കുറിച്ച് ജനുവരിയിൽ ഇന്ത്യ ചൈനയോട് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. തങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്ത്യ ചൈനയോട് പറഞ്ഞതായാണ് റിപ്പോർട്ട്. അരുണാചൽ പ്രദേശ് ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഇന്ത്യയും ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട്. ചൈനയുടെ ഡാമിനെ നേരിടാൻ ഇന്ത്യ സിയാങ് നദിയിൽ 11,200 മെഗാവാട്ട് ശേഷിയുള്ള സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് ത്വരിതപ്പെടുത്തി വരികയാണ്. $1 ബില്യൺ നിക്ഷേപത്തോടെ 12 ഹൈഡ്രോ പവർ സ്റ്റേഷനുകൾ നിർമ്മിക്കാനാണ് പദ്ധതി. ദേശീയ സുരക്ഷയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഈ ഡാമിന് പകരം ഡാം എന്ന നീക്കം ഹിമാലയൻ പ്രദേശത്തിന്റെ പരിസ്ഥിതി ദുർബലത വർദ്ധിപ്പിക്കുമെന്നതിനാൽ പ്രതിഷേധങ്ങളും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. 2006 സ്ഥാപിതമായ ELM വഴി ഇന്ത്യയും ചൈനയും ബ്രഹ്മപുത്ര സത്ലജ് നദികളുടെ ജലവിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ 2017 ഡോക്ലാം സംഭവത്തിൽ ചൈന ഇത് തടഞ്ഞിരുന്നു. നിലവിൽ ബ്രഹ്മപുത്രയിലെ എല്ലാ വികസനങ്ങളും നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ.